എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വടമാലയെക്കുറിച്ചുള്ള കഥയാണ്. വടവൃക്ഷം അഥവാ ആൽമരം, അതിൻ്റെ തളിർത്ത ഇലകൾ കൊണ്ടുള്ള മാലയാണ് വടമാല. എന്നാൽ അത് മനസ്സിലാക്കാതെ നമ്മളത് ഉഴുന്നുവട മാലയാക്കി തീർത്തു. ശ്രീരാമഭക്തനും വാനര സ്വരൂപിയുമായ ഹനുമാൻ സ്വാമിക്ക് ഉഴുന്നുവട മാല എന്തിനാണ്? ഉഴുന്ന് എന്ന ധാന്യം ഹിന്ദു ക്ഷേത്രവിധികളിൽ ഒരിടത്തും ഉപയോഗിക്കാറില്ല. അത് മാംസഗണവും അതുകൊണ്ടുതന്നെ ഭഗവത് പൂജകൾക്ക് വർജ്യവുമാണ്. എന്നിട്ടും പൂർണ്ണ സസ്യാഹാരിയും വാനരരൂപിയുമായി ജന്മമെടുത്ത ഹനുമാന് ഉഴുന്നുവട കൊണ്ടുള്ള മാലയണിക്കുന്നത് വിരോധാഭാസമല്ലേ? വേദോപനിഷത്തുക്കളെ കുറിച്ച് വേണ്ടവിധം മനസ്സിലാക്കാത്തത് കൊണ്ടുള്ള അജ്ഞത കൊണ്ടല്ലേ ഇത്തരം തെറ്റായ പൂജാവിധികൾ ചെയ്യുന്നത്? ഇനി എന്തിനാണ് ഹനുമാന് വടമാല സമർപ്പിക്കുന്നത് എന്ന് നോക്കാം. രാക്ഷസരാജൻ രാവണൻ സീതാദേവിയെ കവർന്ന് ലങ്കയിൽ രാവണ സങ്കേതത്തിൽ തടവിൽ പാർപ്പിക്കുകയും സീതാന്വേഷണത്തിൻ്റെ ഭാഗമായി ശ്രീരാമദൂതനായി സീതയെ സന്ദർശിച്ച ഹനുമാന് ശ്രീരാമ സാമീപ്യത്തിനും അഭീഷ്ടസിദ്ധിക്കു വേണ്ടി സീതാദേവി സമ്മാനിച്ചതാണ് വടമാല. അത് വടവൃക്ഷത്തിൻ്റെ, അതായത് പേരാലിൻ്റെ തളിർമൊട്ടുകൾ, അതിന് വടയെന്നാണ് പറയുക, കോർത്ത മാലയായിരുന്നു. സീതാദേവിയുടെ ആഗ്രഹം എത്രയും വേഗം സാധിക്കുമെന്ന് മാല സ്വീകരിച്ചുകൊണ്ട് ഹനുമാൻ സീതാദേവിക്ക് വാക്കുകൊടുത്തു. അതോടെ അഭീഷ്ടസിദ്ധിക്കായി ഹനുമാന് വടമാല സമർപ്പിച്ചാൽ മതിയെന്ന ആചാരവും വിശ്വാസവും നിലവിൽ വന്നു. എന്നാൽ ഈ സത്യം മനസ്സിലാക്കാത്ത നമ്മൾ അത് ഉഴുന്നുവട മാലയായി കണക്കാക്കി. ഒന്ന് മനസ്സിലാക്കണം നമ്മളെല്ലാവരും, ക്ഷേത്ര പൂജാദ്രവ്യങ്ങളിൽ ഉഴുന്ന് ഉപയോഗിക്കാറില്ല. കാരണം ഉഴുന്നിനെ മാംസഭക്ഷണത്തിന് സമാനമായാണ് പൂർവികർ കണ്ടിരുന്നത്. ക്ഷേത്രങ്ങളിലും പ്രാചീന ബ്രാഹ്മണ ശ്രാദ്ധ ബലികർമ്മങ്ങളിലും ഉഴുന്നോ ഉഴുന്നുൽപ്പന്നമായ പപ്പടമോ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് അതിശ്രേഷ്ഠനും ദിവ്യ തേജസ്വിയും സാത്വികനും തികച്ചും സസ്യഭുക്കുമായ ഹനുമാനെ ഉഴുന്നുമാല അണിയിക്കുന്നത് ഹനുമാനെ അവഹേളിക്കുന്നതിന് തുല്യമല്ലേ? ചിന്തിച്ചു നോക്കൂ. നന്ദി.